ഹായ് ഓൾ. സെപ്റ്റംബർ 11-നായിരുന്നു എൻ്റെ എക്സാം. ബൈ ഗ്രേസ് ഓഫ് ജീസസ് എനിക്ക് എക്സാം പാസ്സാകാനായിട്ട് സാധിച്ചു. എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് ഡിഫിക്കൽട്ടും അല്ല, എന്നാൽ ഒത്തിരി ഈസി അല്ല, അങ്ങനെയായിരുന്നു. കാൽക്കുലേഷൻസ് ഒരു 8 to 9 കാൽക്കുലേഷൻസ് ഉണ്ടായിരുന്നു. അത് ഒരു ക്വസ്റ്റ്യൻ ഒഴികെ ബാക്കിയെല്ലാം തന്നെ എനിക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. കെമിസ്ട്രി ആണെങ്കിലും നമ്മൾ ഒരു തവണ പഠിച്ചു കഴിഞ്ഞാൽ അറ്റൻഡ് ചെയ്യാൻ പാകത്തിനുള്ള ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഫാർമക്കോളജി ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വളരെ കുറവായിരുന്നു. ആപ്ലിക്കേഷൻ ലെവലുള്ള ക്വസ്റ്റ്യൻസാണ് കൂടുതലും ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ചില ചാപ്റ്റേഴ്സ് സ്ട്രെസ് ചെയ്ത് ചോദിക്കുന്ന പോലെ എനിക്ക് തോന്നി. അതുപോലെ ചില ചാപ്റ്റേഴ്സ് സ്കിപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. നോൺ ഫാർമക്കോളജി പോർഷൻസാണ് അവർ കൂടുതലും ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം എനിക്ക് പറയാനായിട്ടുള്ളത്, ഫാർമക്കോളജിയും കാൽക്കുലേഷൻസും കെമിസ്ട്രിയും നമ്മൾ മെറ്റീരിയൽസ് പഠിച്ചു കഴിഞ്ഞാലും ഫയൽസ് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാലും ഒരുവിധം നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസേ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് നോൺ ഫാർമക്കോളജി അങ്ങനെ ആയിരുന്നില്ല. നമ്മൾ കാണാത്ത ഒരുപാട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പം മാക്സിമം നോൺ ഫാർമക്കോളജിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുവാണെങ്കിൽ അത് വളരെ ബെനഫിഷ്യറി ആയിരിക്കും. അപ്പം ഇത്രയേ ഉള്ളൂ. എക്സാം ഓവറോൾ എനിക്ക് കുഴപ്പമില്ലായിരുന്നതായിട്ട് തോന്നി. അപ്പം എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കുക, നന്നായിട്ട് പഠിക്കുക. എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും എൻ്റെ ഓൾ ദി ബെസ്റ്റ്.